നന്മ 24ലേക്ക് സ്വാഗതം. മാതൃഭൂമിയുടെ 15ാമത് ബുക്ക് സ്റ്റാൾ കാക്കനാട് IT നഗരത്തിൽ ആരംഭിച്ചു. കാക്കനാട് കളക്ടറേറ്റിൻ്റെ തൊട്ടടുത്താണ് അതിവിശാലമായ ബുക്ക് സ്റ്റാൾ. ഇതിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരി സാറ ജോസഫ് നിർവഹിച്ചു. മാതൃഭൂമിയുടെ കാക്കനാട് ബ്യൂറോ ഓഫീസിൻ്റെ ഉദ്ഘാടനം എറണാകുളം MP IB ഈഡനും നിർവഹിച്ചു. മാതൃഭൂമി ഇപ്പോൾ കാക്കനാട് ഇതുപോലെ ഒരു ബുക്ക് സ്റ്റോൾ തുറന്നിരിക്കുകയാണ്. ഈ പ്രദേശത്ത് പലരും ആഗ്രഹിക്കുന്ന ഒന്നാണെന്ന് ഇന്നത്തെ ഇവിടുത്തെ പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ഇതുപോലൊരു സ്ഥാപനം ഇവിടെ ഒരു പുസ്തകശാല ഇവിടെ ഉണ്ടാവുക തന്നെയല്ല, ആളുകൾക്ക് വന്ന് ഇരുന്ന് വായിച്ചു പോകാവുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വാർത്തകൾ വായിക്കുന്നത് പോലെ തന്നെ മറക്കാനും അതിന് യാതൊരു ഗൗരവമില്ല എന്നുള്ളതും നമുക്ക് ഓരോ ദിവസവും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന വാർത്തകൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ പ്രിൻ്റ് മീഡിയ ഹാസ് ഇറ്റ്സ് ഓൺ സ്പേസ്. പ്രിൻ്റ് മീഡിയയിൽ വരുന്ന വാർത്തകൾ കൂടുതൽ വ്യക്തതയും കൃത്യതയും ഉള്ളതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താവണം, ആരാവണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനുള്ള ആ ചെറിയ കുട്ടിയുടെ പ്രായത്തിൽ പുസ്തകങ്ങൾ വായിച്ചാണ് ഒരുപക്ഷെ എഴുതാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വരുന്നതും. MT എഴുതിയ ഒരു ലേഖനമുണ്ട്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. വേദന മറക്കാൻ വായിച്ചുകൊണ്ടേയിരുന്ന കുട്ടി എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയിൽ തന്നെ നമ്പൂതിരിയുടെ വരകളോടുകൂടി വന്ന ഒരു ആർട്ടിക്കിൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അന്ന് എനിക്ക് ഗൃഹലക്ഷ്മിയുടെ അവാർഡ് കിട്ടുമ്പോൾ അന്ന് MT ഇങ്ങനെ വയ്യാതൊരു കുട്ടിയെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് തിരക്കിട്ട് നിൽക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അത് കണക്ട് ചെയ്തപ്പോൾ ആ കുട്ടി ഈ മരിച്ചുപോയ കുട്ടിയെക്കുറിച്ചാണ്, അന്ന് അദ്ദേഹം കാണാൻ പോയ ആ കുട്ടിയെക്കുറിച്ചാണ്. അപ്പോൾ അവൻ നിരന്തരം വായിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അത് വായിക്കുമ്പോഴൊക്കെ തോന്നിയിരുന്നത് എൻ്റെ ട്രാൻക്വിലൈസറും എൻ്റെ മെഡിസിനും എല്ലാം എനിക്ക് പുസ്തകങ്ങൾ തന്നെയായിരുന്നു. ഇത് എടുത്ത പുസ്തകം വായിക്കണോ എന്ന് തീരുമാനിക്കാൻ അതിൽ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല ഒരു ഷോറൂമാണ് ഇവിടെ തുറന്നിട്ടുള്ളത്. എന്തായാലും മാതൃഭൂമിയുടെ 15ാമത്തെ ഷോറൂമാണ് ഇത്. ഒരു നൂറ്റാണ്ട് മുമ്പ് മാതൃഭൂമി തുടങ്ങിയ പ്രസാധന രംഗം ഇന്ന് ഏറ്റവും പുഷ്ടി പ്രാപിച്ച ഒരവസ്ഥയിലാണ് എന്നുള്ളത് വലിയ സന്തോഷമാണ്. മാതൃഭൂമിയുടെ പുതിയ ഔട്ട്ലെറ്റ് ഇവിടെ കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപം ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മാതൃഭൂമിയുടെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഉൾപ്പെടെ, പ്രത്യേകിച്ചും IT മേഖല ആയതുകൊണ്ട് നമ്മുടെ ടെക്കീസായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് നോവലുകൾ ഉൾപ്പെടെയുള്ള നിരവധി പുസ്തകങ്ങളാണ് ഇവിടെ ഉള്ളത്. സ്വാഭാവികമായും അഭിരുചിക്കനുസരിച്ച് വായിക്കാൻ കഴിയാവുന്ന ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖരായ എഴുത്തുകാരുടെ ഏറ്റവും നല്ല പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ്. തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായൊരു ദിവസം കൂടിയാണ്. കാരണം എറണാകുളത്തിൻ്റെ ഭരണശിലാകേന്ദ്രത്തിൽ ഇങ്ങനെയൊരു പുസ്തകശാല ഏത് തരത്തിലുള്ള ആൾക്കാർക്കും വായിക്കാവുന്ന രീതി, അത് ഇംഗ്ലീഷ് മാത്രമല്ല മലയാളവും എല്ലാം ഇരുന്ന് വായിച്ച് അത് വായനാശീലം വർദ്ധിപ്പിക്കാനും അതിനൊക്കെയുള്ള ഒരു അവസരം മാതൃഭൂമി ഉണ്ടാക്കി തരുന്നതിലുള്ള സന്തോഷം ആദ്യം പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞൊരു കവിതയുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയുമെന്ന്. പുസ്തകം മരിക്കുന്നു എന്നുള്ളൊരു ആകാംക്ഷ നമ്മൾ കുറേ കാലം മുമ്പ് പങ്കുവച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ വരുന്നു, പിന്നെ പുസ്തകം ഇലക്ട്രോണിക് മീഡിയയുടെ കൈയടക്കുന്നു പുസ്തകത്തെ. അപ്പോൾ ആ രീതിയിലേക്ക് പിന്നെ വായന മാറിപ്പോകും. അതുകൊണ്ട് തന്നെ പഴയ പോലെയുള്ള ഈ അച്ചടിച്ച പുസ്തകങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ആശങ്കകൾ പങ്കുവച്ചിരുന്നു. അത് വെറുതെയാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുസ്തകങ്ങളൊരു മഹാപ്രവാഹം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. വളരെ മനോഹരമായി മാതൃഭൂമിയുടെ 15ാമത്തെ ബുക്ക് സ്റ്റാള് ക്രമീകരിച്ചിരിക്കുന്നു. വർഷങ്ങളായിട്ട് ഞാൻ മാതൃഭൂമി ബുക്ക് സ്റ്റാളിലെ ഒരു ഉപഭോക്താവാണ്. എല്ലാ തരത്തിലും തൃക്കാക്കര അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും മെച്ചപ്പെട്ട നിലയിലുള്ള ഏറ്റവും നല്ല സാഹിത്യ കൃതികൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകശാല നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് വലിയ ഒരു പോരായ്മയായിരുന്നു. ആ പോരായ്മയ്ക്കൊരു പരിഹാരമാണ് ഇന്ന് മാതൃഭൂമിയുടെ ഈ പുസ്തകശാല ഇവിടെ ആരംഭിക്കുക വഴി ഉണ്ടായിട്ടുള്ളത്. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. വിശക്കുമ്പോൾ പോലും വായിച്ചാൽ മതി എന്നുള്ള ഒരു വർത്തമാനം നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് മുതൽ. അങ്ങനെ കഴിയുന്നത്ര കൂടുതൽ പുസ്തകങ്ങൾ കിട്ടുന്ന സമയം അനുസരിച്ച് വായിക്കുക എന്നുള്ളതാണ്
എൻ്റെ ഒരു രീതി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നിത് തുറക്കുന്ന ദിവസം തന്നെ ഇവിടെ വന്ന് എന്തൊക്കെയുണ്ട് പുസ്തകങ്ങൾ ഇവിടെ എന്ന് നമ്മൾ അന്വേഷിക്കാനിട വന്നത്. ഞാൻ തന്നെ സ്വന്തം നിലയ്ക്ക് 8-10 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് എനിക്കിതിനോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. ഇതെപ്പോഴും വളരെ സുന്ദരമായി പോകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ, പ്രത്യേകിച്ചും മാതൃഭൂമി ആയതുകൊണ്ട്. കലൂരുള്ള ബുക്ക് ഷോപ്പിൽ ഞാൻ പതിവായി പോകാറുണ്ട്. അവിടത്തേക്കാൾ കൂടുതൽ സ്പേസും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു 10 കൊല്ലം മുമ്പത്തെ അപേക്ഷിച്ചിട്ട് പുസ്തകങ്ങളിൽ വൻ വർധന ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമാണിത്. പുസ്തകങ്ങളുടെ പ്രൊഡക്ഷനിൽ അതുപോലെ തന്നെ അതിൻ്റെ കെട്ടിലും മട്ടിലൊക്കെ ഒരു പക്ഷേ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലുള്ള പുസ്തകങ്ങളൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് കേരളത്തിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളുടെ സ്റ്റാൻഡേർഡ് എത്ര കൂടുതലാണെന്നുള്ളത് മനസ്സിലാവുക. ഇപ്പോഴത്തെ കുട്ടികൾ ലഹരിയിലേക്ക് തിരിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുസ്തകങ്ങളെ അവർക്ക് ലഹരിയാക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷൻ സമൂഹത്തിൽ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാക്കനാട് ആദ്യമായിട്ടാണ് മാതൃഭൂമിയുടെ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ വരുന്നത്. പ്രത്യേകിച്ചും പട്ടണങ്ങളിലാണ് സാധാരണ മാതൃഭൂമിയുടെ ഔട്ട്ലെറ്റുകളെല്ലാം ഉള്ളത്. പക്ഷേ ഈ ഒരു മേഖല ഭരണസ്ഥിരാ കേന്ദ്രത്തോടനുബന്ധിച്ചും പ്രത്യേകിച്ചും IT മേഖലകളിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്കും ഒക്കെ പെട്ടെന്ന് വരാനും പുസ്തകങ്ങൾ വാങ്ങിക്കാനും വായിക്കാനും ഒക്കെ കഴിയാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഡിജിറ്റൽ ലൈബ്രറീസ് ഒക്കെ വന്നെങ്കിലും പുസ്തകങ്ങൾ എടുത്ത് വായിക്കാനായിട്ട് കുട്ടികളാണെങ്കിലും നമ്മൾ ചെറുപ്പത്തിൽ മുതൽ പുസ്തകങ്ങൾ വായിച്ചാണ് നമ്മളൊക്കെ വളർന്ന് ആ കഥകളൊക്കെ ഇന്നും ഓർമ്മയിൽ സൂക്ഷിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ്. എന്തൊക്കെയാണെങ്കിലും വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന് അറിവ് വർദ്ധിക്കുന്നു, ഒന്ന് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഓർമ്മശക്തി നമുക്ക് എപ്പോഴും കൂട്ടാൻ സാധിക്കുന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ നല്ല രീതിയിൽ ഇറക്കും. പക്ഷേ മറ്റ് ഇതര ഭാഷകളിൽ നോക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. പുസ്തകങ്ങളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് ചെയ്യുന്നൊരു നാടാണ് കേരളം. മലയാളി എന്നുള്ളത് ഏറെ പ്രബുദ്ധ മലയാളി എന്നാണ് പറയപ്പെടുന്നത്. മലയാളിയുടെ ശീലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പത്രപാരായണവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പുസ്തക പാരായണവുമെല്ലാം. അതിന് ഏറെ രാവിലെ എഴുന്നേറ്റാൽ ഒരു ദിനപത്രമെങ്കിലും വായിച്ചില്ല എങ്കിൽ തീർച്ചയായും മലയാളിയെ സംബന്ധിച്ച് അത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിനൊരു പരിഹാരം കൂടിയാണ് ഇന്നത്തെ ഇവിടുത്തെ മാതൃഭൂമിയുടെ ഈ പുസ്തകശാലയുടെ തുടക്കം എന്നത് ഏറെ സന്തോഷകരമാണ്. ഹാരി പോട്ടർ പോലുള്ള ഒരു സീരീസ് പോലും മലയാളത്തിൽ ഉണ്ടാവണം എന്ന് സ്വപ്നം കാണുന്ന ഒരാളാണ്. കാരണം അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ കൂടിയേ നമുക്ക് യൂത്തിനെ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. മാതൃഭൂമിയുടെ ഈ ഒരു സംരംഭം പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വായനക്കാരായിട്ടുള്ള ആളുകളെ കൂടുതൽ പരിപോഷിപ്പിക്കാനും അവർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകാനും ഒക്കെ കഴിയാവുന്ന രീതിയിൽ പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെയൊക്കെ വായനയിൽ രംഗത്തേക്ക് കൊണ്ടുവരാനൊക്കെ ഇതുകൊണ്ടൊക്കെ സാധിക്കും. തീർച്ചയായും നന്നായി വരട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ബുക്ക് ഷോപ്പുകൾ ഇപ്പോൾ ചെറുതായി വരികയായിരുന്നു കഴിഞ്ഞ കുറേ വർഷമായിട്ട്. കാരണം ഡിജിറ്റൽ റീഡിങ് അതിന് പ്രചാരം വന്നതോടുകൂടി. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ട്രെൻഡ് മാറി തുടങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ സ്പേസ്, പല കാര്യത്തിനു വേണ്ടിയുള്ള സ്പേസ്, കൂടിയിരുന്ന് ചർച്ച ചെയ്യാനോ പുസ്തകം വായിക്കാനോ ഒരു കഫറ്റേറിയ ഉണ്ടാവും. അത്യാവശ്യം വന്നാൽ കാപ്പി കുടിക്കാനോ ചായ കുടിക്കാനോ ഒക്കെ. ഇങ്ങനെ ഇതുപോലുള്ള സൗകര്യങ്ങൾ അതിലേക്കുള്ളൊരു തുടക്കമാണ് ഞാനിവിടെ കാണുന്നത്. മറ്റു ബുക്ക് സ്റ്റോളുകളിൽ ഞാൻ എറണാകുളത്തുള്ള എല്ലാ ബുക്ക് സ്റ്റോളുകളിലും പോയിട്ടുണ്ട്. അവിടെ എങ്ങും ഇല്ലാത്ത സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ഇത് ഭാഷ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുമ്പും ഇതുപോലെ തന്നെ നമ്മൾ വേവലാതി കൊണ്ടിട്ടുണ്ട്. ഇതൊന്നും മരിക്കില്ല എന്ന് മാത്രമല്ല, പുസ്തകങ്ങൾക്ക് നിലനിൽക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ എക്കാലവും നിലനിൽക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതും അച്ചടിച്ച പുസ്തകങ്ങൾ തന്നെ നിലനിൽക്കും. ഇരുന്ന് വായിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനും ഇവിടെ ഇരുന്ന് വായിക്കാനും എല്ലാം കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് തീർച്ചയായും വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്നതിൻ്റെ തെളിവാണ്.
ഒരുപാട് ആളുകൾ എഴുത്തിലേക്ക് കടന്നു വരാൻ കോവിഡ് കാലം ഒരു കാരണമായി എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. കാരണം കോവിഡ് ഉണ്ടാക്കിയ ഭയവും ഏകാന്തതയും അതുപോലെയുള്ള സംഗതികൾ മനുഷ്യൻ്റെ മനസ്സിനെ ഇതര കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ മനുഷ്യ നിർബന്ധിതമായ കാലഘട്ടത്തിലാണ് ആത്മാവിഷ്കാരം എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് എല്ലാവരും ഒരുപക്ഷെ വളരെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ ആത്മാവിഷ്കാരം അവർ നടത്തുന്ന ഒരു സന്ദർഭവും കൂടിയായിട്ട് അത് മാറി. എൻ്റെ മകനടക്കം ഇപ്പോൾ 20 വയസ്സായ എൻ്റെ മകൻ പറയുന്ന ഒരു പരാതി, അത്തരം കുട്ടികൾക്ക്, ആ ഏജിലെ കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ പുസ്തകം മലയാളത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇംഗ്ലീഷിലേക്ക് വായന തിരിഞ്ഞു പോകുന്നത് എന്ന് ഒരുപക്ഷെ അവൻ്റെ ഏജ് ഗ്രൂപ്പിലെ പലരോട് സംസാരിച്ചപ്പോഴും എനിക്ക് ആ ഒരു ഇതാണ് കിട്ടിയത്. നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ, അവരുടെ ഇൻട്രസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത്തരം പുസ്തകങ്ങൾ മാതൃഭൂമിക്ക് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റട്ടെ. കുട്ടികളെ, നമ്മളുടെ ഏറ്റവും പുതിയ തലമുറയെ ഈ പുസ്തകശാലയിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ, ചർച്ചകൾ, അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സായാഹ്നങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആശംസ. ഇപ്പം എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ പുസ്തകം വായിക്കുന്നതിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരുപാട് നിരൂപകരും പിന്നെ സഹവായനക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും മികച്ച പുസ്തകങ്ങളാണ് ഞങ്ങൾ ഷെയർ ചെയ്യുക, ഏറ്റവും നല്ല പുസ്തകങ്ങളാണ് ഷെയർ ചെയ്യുക. മറ്റു പുസ്തകങ്ങൾ ഷെയർ ചെയ്യില്ല എന്നല്ല. ഞാൻ മുട്ടത്ത് വർക്കി ധാരാളമായിട്ട് വായിച്ചിട്ടുള്ള ഒരാളാണ്. മുട്ടത്ത് വർക്കി വായിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമ്പോൾ തന്നെ മറ്റ് ഗൗരവതരമായിട്ടുള്ള ക്ലാസിക്കുകൾ വായിക്കുക എന്നുള്ളത് വായനയിൽ നിർബന്ധമായും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വായന മുന്നോട്ട് പോയിട്ടുള്ളത്. രാമായണം വായിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പാഠഭാഗം പഠിക്കാനുണ്ടെങ്കിൽ മുഴുവൻ അത് പഠിക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. വൈലോപ്പിള്ളിയുടെ ഒരു കവിതയെ പഠിക്കാനെന്ന് വെച്ചാൽ വൈലോപ്പിള്ളിയെ പഠിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. മാതൃഭൂമിയുടെ കലൂരുള്ള ബുക്ക് സ്റ്റാളിൽ വന്ന് ഇറങ്ങുന്നതായ പുതിയ പുസ്തകങ്ങളെല്ലാം വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് പുതിയൊരു ബുക്ക് സ്റ്റാൾ വന്നിരിക്കുന്നത്. അതെന്നെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ വന്ന് പുതിയ പുസ്തകങ്ങൾ വാങ്ങിക്കാനും ഇവിടെ നിന്ന് വായിക്കാനുള്ളതായ സൗകര്യം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുതന്നെയാണ്. അപ്പോൾ മാതൃഭൂമിയുടെ പുതിയ ബുക്ക് സ്റ്റാളിൻ്റെ എല്ലാ വിധത്തിലുള്ളതായ ആശംസകളും. വിൽക്കപ്പെടുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കപ്പെടുന്നുണ്ടോ, വായിക്കുക എന്നുള്ള യഥാർത്ഥ അർത്ഥത്തിൽ വായിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, സംശയമുള്ളൊരു കാര്യവുമാണത്. ഇന്ന് ഇവിടെ IT ഹബ്ബാണ്. എത്രയോ ആൾക്കാർ, പുതിയ താമസക്കാർ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നു. ഇൻഫോ പാർക്ക് പോലെയുള്ള ഒട്ടനവധി ആൾക്കാർ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു കുറവുണ്ടായിരുന്നത് മാതൃഭൂമി അത് നികത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ ആശംസകളും മാതൃഭൂമിക്ക് നൽകിക്കൊണ്ട് നിർത്തുന്നു. കേരളത്തിൻ്റെ മാത്രമല്ല മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഒട്ടേറെ ആളുകൾ ഇവിടെ തൊഴിലിനായും ബിസിനസ്സിനായും മറ്റ് കാര്യങ്ങൾക്കായും ഇവിടെ ആശ്രയിക്കുന്ന ആളുകളുണ്ട്, താമസിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു പുസ്തകശാലയുടെ സാധ്യതയെ ഉപയോഗപ്പെടുത്തുന്ന ഒട്ടേറെ ആളുകൾ, അതുപോലെ തന്നെ കേരളത്തിൽ തന്നെയുള്ള നിരവധി സാഹിത്യകാരന്മാർ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, വായനാശീലമുള്ള ആളുകളെല്ലാം നമ്മുടെ ഈ തൃക്കാക്കരയിൽ താമസിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഉപയോഗപ്രദമാകുന്ന തരത്തിൽ തൃക്കാക്കരയുടെ സാംസ്കാരിക രംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന, ഒട്ടേറെ മെച്ചപ്പെടലുകൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒന്നായി ഈ പുസ്തകശാല മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്റീരിയേഴ്സ് ചെയ്ത കാര്യത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിനും കൂടി ഒരു വലിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും കെട്ടിലും മട്ടിലുമൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സാറ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളെ സംബന്ധിച്ച് ഏറെ വൈകാരികമായ ഒരടുപ്പമുള്ള സ്ഥാപനമാണ് മാതൃഭൂമി.